ഇയാളിനെ വരാത്തത്. ഈ പോലീസുകാർക്കൊന്നും ഒരു ഉത്തരവാദിത്വമില്ല. ആ വരവ് കണ്ടിട്ട് ആ പുള്ളിയാന്നാ തോന്നണേ. സാറേ, എന്താ ആരാ? സാറാ മറ്റേ വാടകയ്ക്ക് വീടൊക്കെ അന്വേഷിച്ചു വന്ന സാറാണോ? ഞാൻ ഒരു വീട് തപ്പുന്നുണ്ട്. ഇവിടെ ഒരാളൊരു വീട് ശരിയാക്കി തരാന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ ആരെയും കാണുന്നില്ല. എന്റെ സാറിനാ പറ്റിയത്. ഈ നാട്ടിൽ വന്നിട്ട് ആരിലൊക്കെ തപ്പിക്കൊണ്ട് കിടക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരും കിട്ടില്ല. സാറിന് പറ്റിയൊരു വീട് എന്റെ കയ്യിലുണ്ട്, ഞാൻ സാറിന് സെറ്റ് ചെയ്ത് തരാം. എനിക്കിവിടെ ആരെയും അങ്ങനെ പരിചയമൊന്നുമില്ലല്ലോ. അത്യാവശ്യം താമസിക്കാൻ കൊള്ളാവുന്നൊരു വീട് കിട്ടിയാൽ മതി. എന്റെ സാറേ, താമസിക്കാൻ കൊള്ളാവുന്ന വീട് മാത്രമേ ഉള്ളൂ ഇവിടെ, അതും എല്ലാ സൗകര്യങ്ങളോടും കൂടിയത്. എന്നാ നമുക്കതൊന്ന് നോക്കാം. സാറ് വാ. സാറേ, ഈ കാണുന്നതാണ് വീട്. ഇതാണോ വീട്? കല്ലൊക്കെ തെന്നി കിടക്കണേ, നോക്കി വന്നെ. എന്താ ഇതാണ് സാറേ വീട്. എങ്ങനെയുണ്ട്? നല്ല കിടുക്കം വീടല്ലേ? എന്താണോ ഇത്? ഇത് കണ്ടിട്ട് ആൾക്കാർക്ക് താമസിക്കാൻ പറ്റുന്നൊരു സംവിധാനം ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ലല്ലോ. സാറേ, ഇത് കാണുന്ന പോലെ ഒന്നും അല്ല. എന്നെ സൗകര്യങ്ങളുണ്ടെന്നോ ഈ വീട്ടില്. ഇവിടെ എങ്ങനെയാ? കറണ്ടും വെള്ളമൊക്കെ ഉണ്ടോ ഇവിടെ? എന്റെ സാറേ, കറണ്ടും വെള്ളമൊക്കെ സാറിനൊരു വിഷയമാണോ? സാറേ, സാറിനെ പോലത്തെ ഒരാളെ ഈ നാടിന് എന്തുകൊണ്ടും ആവശ്യമാണ്. ഈ നാട്ടിൽ ഒത്തിരി കള്ള ക്രിമിനലുകൾ താമസിക്കുന്നുണ്ട്. ഇവന്മാരെയൊക്കെ ഇവിടുന്ന് തുടച്ച് ഈ നാട് നീക്കി ഈ നാട് വൃത്തിയാക്കണമെങ്കിൽ അത് സാറിനെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് സാറ് ഈ വീട്ടിൽ തന്നെ താമസിക്കണം സാറേ. ഇത് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. താൻ ഒച്ച വയ്ക്കണ്ട, ഞാൻ അവിടെ താമസിക്കില്ല എന്നൊന്നും പറഞ്ഞില്ലല്ലോ. സൗകര്യങ്ങളൊക്കെ ഇച്ചിരി കുറവാന്നേ ഉള്ളൂ, നമുക്കവിടെ നിൽക്കാം. സാറ് കയറുക വലത് കാലം വെച്ച്. സാറേ, പിന്നെ ഒരു കേസുണ്ട് സാറേ. ഈ വീട്ടിൽ താമസിക്കാൻ വന്നിട്ടുള്ളവർക്കൊക്കെ പറയാ ഭാഗ്യമാ. സാറിന് അകത്ത് കയറി എല്ലാം ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ടേ ഒരു ചായയൊക്കെ ഇട്ട് കുളിച്ചൊരു കുടിയൊക്കെ കഴിഞ്ഞ് ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ച് ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങ് ഇരിക്കേ. എനിക്ക് ഇച്ചിരി പറമ്പിച്ച് പണിയുണ്ട്. ഞാൻ അതിന് പോയിട്ട് ഞാൻ വൈകുന്നേരത്തേക്കിന് ഞാനിങ്ങ് വരാം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ സാറേ, ഒന്ന് മയങ്ങി എണീക്കുമ്പോ എല്ലാം സെറ്റ് ആയിക്കോളൂ കേട്ടോ. മുതലാളി പറഞ്ഞതുപോലെ തന്നെ ആ പോലീസുകാരനെ ഞാൻ ആ ചെറുത്താൻ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചിട്ടുണ്ട്. കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ അതിനുള്ളിൽ അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും. ഓക്കെ. വൈകുന്നേരം ആ പറഞ്ഞ പൈസ വൈകുന്നേരം എനിക്ക് ഞാൻ കവലയ്ക്ക് വരുമ്പോൾ തന്നേക്കണം, പറ്റിച്ചേക്കല്ലോ കേട്ടോ. ഓക്കെ. എന്തൊക്കെ ചെയ്താന്ന് അല്ല, ഇയാളെയല്ല ഞാനിപ്പോൾ വീട് കൊണ്ട കാട്ടിക്കൊടുത്ത് താമസിപ്പിച്ചിട്ട് ഇതെന്ത് കളി? സാറേ, ഒന്ന് നിന്നേ. എന്നാ പറ, എന്നെ വിളിച്ചേ? അല്ല സാറേ, വീട് വാടകയ്ക്ക് ഇപ്പം കൊണ്ടുപോയി ഞാൻ ഇതിപ്പോൾ കുറച്ച് മുമ്പ്. അതെ, ഞാൻ വീട് വാടകയ്ക്ക് നോക്കി വന്ന. അല്ല സാറിനല്ലേ ഞാനിപ്പോൾ വീട് കൊണ്ട് കാട്ടിക്കൊടുത്തിട്ട് ഇപ്പോൾ പോന്ന്. എന്നാ മോനെ, രാവിലെ വല്ല പാട്ടയൊക്കെ മേടിച്ചടിച്ചോ? നമ്മൾ തമ്മിൽ ആദ്യമായിട്ടല്ലേ കാണുന്നേ. എന്താ മോൻ്റെ കസ്റ്റഡിയിൽ വീട് വല്ലതും ഉണ്ടോ? ഉണ്ടേ സാറിനെ സഹായിക്കേ. സഹായിക്കാൻ വേണ്ടിയാ ഞാനിവിടെ നിന്നത്. പക്ഷെ എന്തോ ഒരു സാറ് വാ, വീഡിയോ ഞാൻ കാണിച്ചു തരാം. കൊള്ളാം മോനെ, നല്ല വീടൊക്കെയാണോ? സാറേ, സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ട്. മുതലാളിനെ വിളിച്ച് പറയണമല്ലോ. ഒന്ന് വിളിച്ച് പറഞ്ഞാണല്ലോ, ഇനി എങ്ങനെ വിളിച്ചു പറയുന്നേ? വട്ടാന്ന് വിചാരിച്ചാലോ. ഇതിപ്പോൾ ആരോടൊന്ന് പറയണേ? ഇത് എന്നെ ചെയ്യാനാണ് പറയാ. സാറേ, സാറ് വാടകയ്ക്ക് വീട് തപ്പിയെന്നല്ലേ? മനസ്സിലായി. എത്ര തവണ സെറ്റാക്കി കൊടുത്തേക്കണു. ഇതൊന്നും സെറ്റാക്കി തരുള്ളൂ. നീ ഏതാ? നിന്നോട് ഞാൻ വീഡിയോ വെച്ചോ? ഇല്ല. കൊള്ളാവുന്ന വീടാണോ? കുഴപ്പമില്ല. കാണിക്ക്. വാ. മുതലാളി, ഒരുമാതിരി പരിപാടി കാണിക്കരുത്. 3 പേര് വരുന്ന കേസൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ പരിപാടി ഇങ്ങ് വേണ്ടെന്ന് ചോദിക്കുക. ഇനിയിപ്പോൾ ആര് വന്നാലും എനിക്ക് കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. എനിക്ക് പൈസയും വേണ്ട, ഒന്നും വേണ്ട. ഇനി നമ്മൾ തമ്മിലൊരു ബന്ധവുമില്ല.
മുതലാളി, 4ാമത്തെ ആളും വന്നു. ഇനി എനിക്ക് ഇതിനകത്തൊന്നും നോക്കാനില്ല. ഞാൻ ഒറ്റ കാര്യം ചെയ്യാൻ പോവാ.